എല്ലാം കഴിഞ്ഞ് റൂമിൽ കയറി വാതിലടച്ചതാണ് ഉണ്ണി. പിന്നെ ഇറങ്ങുന്നത് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി യശോദ വന്ന് വിളിച്ചപ്പോഴാണ്. മനസ്സിലെ സംഘർഷം കാരണം വിശപ്പ് തോന്നുന്നില്ലെങ്കിലും അമ്മ വന്ന് വിളിച്ചപ്പോൾ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല അവന്. അവൻ താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിരുന്നു. അത് കാണെ അവനും കസേര വലിച്ചിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. അവൻ വന്നെന്ന് കണ്ടപ്പോൾ യശോദ വേഗം എഴുന്നേൽക്കാൻ തുടങ്ങി. അത് കാണെ ശിവന്റെ ശബ്ദം അവിടെ ഉയർന്നു. നീ എവിടേക്കാ? അവനെന്താ കയ്യില്ലേ? അവൻ സ്വയം എടുത്ത് കഴിച്ചോളും. അത് കേളിക്കെ യശോദ അയാളെ തറപ്പിച്ചു നോക്കി. ഉണ്ണി തൻ്റെ നിറഞ്ഞ മിഴികൾ അവർ കാണാതിരിക്കാൻ വേണ്ടി മുഖം കുനിച്ചു നിന്നു. ശിവൻ അത് കണ്ടെങ്കിലും അത്ര കാര്യമാക്കിയില്ല. യശോദ ശിവന്റെ വാക്ക് കേൾക്കാതെ വീണ്ടും ഉണ്ണിയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി. അത് കാണി ശിവൻ പറഞ്ഞു, നീ അവനെ വിളമ്പിക്കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല. അത് കേൾക്കെ യശോദ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. പിന്നെ ദയനീയമായി ഉണ്ണിയെയും. കണ്ണൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും മിണ്ടാൻ പോയില്ല. പാറുവിനും ഇതേ അവസ്ഥയെ തന്നെയായിരുന്നു. ആ പ്രശ്നത്തിന് ശേഷം കണ്ണൻ അവളോട് അധികം മിണ്ടുന്നുണ്ടായിരുന്നില്ല. വേണ്ട അമ്മേ, ഞാനെടുത്ത് കഴിച്ചോളാം. ഇനി എൻ്റെ പേരിൽ ആരും പരസ്പരം വഴക്കിടണ്ട. അതും പറഞ്ഞ് ഒരു ചപ്പാത്തിയും കുറച്ച് കറിയും പ്ലേറ്റിലേക്ക് വിളമ്പിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി. ആ നേരം അവന് പൂർവിയുടെ ഓർമ്മകൾ ഇരച്ചെത്തി. തനിക്ക് വിളമ്പിത്തന്ന് താൻ കഴിക്കാൻ തുടങ്ങിയാൽ മാത്രം ഇരുന്ന് കഴിക്കുന്നവളെ. അതോർക്കെ വായിലിട്ട ഭക്ഷണം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും അവൻ ആരെയും മുഖം ഉയർത്തി നോക്കിയതേയില്ല. അവിടെ ഇതുവരെയില്ലാത്ത നിശബ്ദത തളം കെട്ടി നിന്നു. ആർക്കും പരസ്പരമൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. ഇതും കൂടി കഴിക്കുമോളെ. ശ്രീജ വാത്സല്യത്തോടെ പൂർവിക്ക് കഞ്ഞി സ്പൂണിലാക്കി വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് കരഞ്ഞിട്ടാവണം പൂർവിക്ക് രാത്രിയോടെ ചുട്ടുപൊള്ളുന്ന പനി വന്നിരുന്നു. മതി അമ്മേ, വയറ് നിറഞ്ഞു. ഞാൻ കുറച്ച് കിടക്കട്ടെ, അവൾ ക്ഷീണത്തോടെ പറഞ്ഞു. അത് കേൾക്കെ ശ്രീജ കഞ്ഞി വിളമ്പിയ പ്ലേറ്റ് മാറ്റിവെച്ചുകൊണ്ട് ടേബിളിൽ വെച്ച ടാബ്ലറ്റും വെള്ളവും അവൾക്ക് കൊടുത്തു. അവൾ അതൊരു മടിയില്ലാതെ വാങ്ങി കഴിച്ചിരുന്നു. പിന്നെ അവളെ അവിടെ കിടത്തി പുതപ്പ് കൊണ്ട് പുതച്ച് വാതിലും ചാരി പുറത്തേക്ക് നടന്നു. റൂമിന് വെളിയിലെത്തിയപ്പോൾ തന്നെ ആ അമ്മയുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു. അതും കണ്ടുകൊണ്ടാണ് ദിവാകരൻ അങ്ങോട്ട് വന്നത്. അയാൾ പൂർവിക്ക് എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് കരുതി ആവലാതിയോടെ അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ എന്താ ശ്രീജെ, എന്ത് പറ്റി? എന്തിനാ നീ കരയണേ? അയാളെ കാണെ ശ്രീജ അയാളുടെ നെഞ്ചിൽ മുഖം വെച്ച് വിതുമ്പി കരഞ്ഞു. എനിക്ക് വയ്യേട്ടാ എൻ്റെ മോളുടെ ഈ അവസ്ഥ കാണാൻ. അത് കേൾക്കെ അയാളുടെ നെഞ്ചും നീറുന്നുണ്ടായിരുന്നു. അത് മറച്ചു പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അവളുടെ എന്തവസ്ഥ? ശരിക്കും പറഞ്ഞാൽ അവൾ രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. എന്തായാലും എൻ്റെ മോള് ഉശിരുള്ള പെൺകുട്ടിയാടി. അവനൊന്ന് പൊട്ടിച്ചിട്ടല്ലേ അവൾ വന്നത്. അതോർക്കെ അയാൾക്ക് തൻ്റെ മകളെ ഓർത്ത് അഭിമാനം തോന്നി. എന്നാലും എൻ്റെ മോളെ ഇപ്പോഴേ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടും നമ്മളല്ലേ അവളെ നിർബന്ധിച്ചത്. എന്നിട്ടും ഈ സമയം വരെ നമ്മളെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും അവൾ പറഞ്ഞില്ലല്ലോ. പാവം എൻ്റെ മോള് സ്വയം ഉരുകുക. ഓ, അപ്പോൾ നിനക്ക് മോള് നിന്നെ കുറ്റപ്പെടുത്താത്തതിലാണോ വിഷമം? എന്നാ ഒരു കാര്യം ചെയ്യാം, രാവിലെ എഴുന്നേറ്റ് നിന്നെ 2 വഴക്ക് പറയാം. എന്തു പറയുന്നു? അത് കേൾക്കെ ശ്രീജ അയാളുടെ നെഞ്ചിലൊന്ന് മുഖമുയർത്തി അയാളെ കുറിപ്പിച്ചു നോക്കി. വേണ്ട, ഇനി ഈ കാര്യം ഈ വീട്ടിൽ മിണ്ടേ വേണ്ട. എൻ്റെ മോളെ വേദനിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സംസാരവും ഇവിടെ വേണ്ട. അത് പറയുമ്പോൾ അവരിൽ ഗൗരവം നിറഞ്ഞിരുന്നു. അത് കേൾക്കെ അയാൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ലടോ, അവിടെ ആരും താങ്ങാനില്ലാത്തത് കൊണ്ട് തളർന്നു പോയതാ എൻ്റെ മോള്. നീ നോക്കിക്കോ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾ നമ്മുടെ പഴയ വായാടി തന്നെയായിരിക്കും. അത് കേൾക്കെ ശ്രീജയിലും ആശ്വാസം നിറഞ്ഞു. പാറു റൂമിൽ കയറുമ്പോൾ കണ്ണൻ ബെഡിൽ മലർന്നു കിടന്നുകൊണ്ട് എന്തോ ചിന്തയിലായിരുന്നു. അത് കാണെ പാറു കയ്യിലുള്ള ജഗ് ടേബിളിൽ വെച്ച് ലൈറ്റും ഓഫ് ചെയ്ത് അവൻ്റെ അടുത്ത് വന്ന് കിടന്നു. അവൾ വന്ന് കിടന്നു എന്ന് കണ്ടപ്പോൾ തന്നെ കണ്ണൻ അപ്പുറത്തേക്ക് ചെരിഞ്ഞു കിടന്നിരുന്നു. എന്നും താൻ വന്ന് കിടന്നാലുടൻ തന്നിലേക്ക് കുസൃതിയോടെ പ്രണയത്തോടെ ചായാൻ നിൽക്കുന്നവൻ ഇന്ന് തന്നെ കാണെ ചെരിഞ്ഞു കിടക്കുന്നത് കണ്ട് അവളുടെ ഉള്ളിൽ കരച്ചിൽ വന്നു. കണ്ണേട്ടാ, അവൾ ഇടർച്ചയോടെ വിളിച്ചു. അത് കേൾക്കെ അവനൊന്ന് മൂളി. അത് കേൾക്കെ അവളിൽ നേരിയ ആശ്വാസം നിറഞ്ഞു. എന്നോട് പിണക്കാണോ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. എനിക്കാരോടും പിണക്കമൊന്നുമില്ല. പിന്നെ എന്താ എന്നോട് സംസാരിക്കാതെ, എന്നെ കെട്ടിപ്പിടിക്കാതെ ചിരിഞ്ഞു കിടക്കുന്നേ? അവൾ ഇടർച്ചയോടെ പറഞ്ഞു. അത് കേൾക്കെ കണ്ണൻ അവൾക്ക് നേരെ തിരിഞ്ഞു. നോക്കു പാറു, നിനക്ക് നിന്റെ കൂടെ പിറന്നവളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിൽ നിനക്ക് വിഷമമില്ലായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല. മിണ്ടുന്നുണ്ടെങ്കിലും
അവൻ്റെ മുന്നോട്ടുള്ള ജീവിതം ഓർത്ത് നെഞ്ച് വല്ലാതെ പിടയുകയാ. ഒന്നും വേണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുക. അത് കേൾക്കെ അവൾ നിറഞ്ഞ മിഴിയാലെ ഞെട്ടലോടെ അവനെ നോക്കി. എന്ത് എന്ത് വേണ്ടായിരുന്നു എന്ന് പറ കണ്ണേട്ട, എന്നെയാണോ വേണ്ടാത്തത്? അവൾ ഇടർച്ചയോടെ ചോദിച്ചു. അത് കേൾക്കെ അവനിൽ ദേഷ്യം വന്നു. പാറു, മതി, നീ ഉറങ്ങിക്കോ, അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക. അതിൻ്റെ കൂടെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് എൻ്റെ ടെമ്പർ തെറ്റിക്കരുത്. അതും പറഞ്ഞ് അവൻ സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. അത് കാണി അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഇതേ സമയം എന്തിനാടി വേഗം ഇറങ്ങിപ്പോയത്? ഫോണിലുള്ള പൂർവിയുടെ കല്യാണ ഫോട്ടോയിൽ നോക്കി ഉണ്ണി പറഞ്ഞു. ഇവിടെ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടതുപോലെ തോന്നുവാടി എനിക്ക്. അത് പറയുമ്പോൾ അവൻ്റെ മിഴികൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരവും അവൻ ഓർത്തില്ല, ഇതുപോലെ അവൻ കൂടെ ഉണ്ടായിട്ട് പോലും ഒറ്റപ്പെടലിൻ്റെ കയ്പുനീര് ഒരുപാട് നുകർന്നിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസവും ഇതുതന്നെ അവസ്ഥ. ഉണ്ണിയെ എല്ലാവരും അവഗണിച്ചു കൊണ്ടിരുന്നു. ഇത് കാണി യശോദയ്ക്ക് വിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. ആ നശൂലം പിടിച്ചവളെ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സ്വസ്ഥതയും സമാധാനവും പോയി കിട്ടി. തമാശയ്ക്ക് പോലും മിണ്ടാതിരിക്കാത്ത അച്ഛനും മക്കളും ഇപ്പോൾ തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാതെയായി. എല്ലാത്തിനും കാരണമായ ആ ഒരുമ്പെട്ടവൾ ഒരിക്കലും നന്നാവാതെ പോട്ടെ. യശോദ പൂർവിയെ ശപിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ശാന്ത അവിടേക്ക് വന്നത്. അവരെ കാണെ യശോദ പൂർവിയോടുള്ള ദേഷ്യത്തിൽ അവളെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കേൾപ്പിച്ചു. ഉണ്ണിയെ അവരുടെ മുന്നിൽ നല്ലവനായി ചിത്രീകരിച്ചു. അപ്പോൾ ശാന്തയിൽ ഈ ന്യൂസ് ചൂടോടെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള തിടുക്കമായിരുന്നു. ഇതേ സമയം ഉണ്ണി തൻ്റെ റൂമിൽ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവന് പൂർവിയെ വിളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അവൻ വാതിൽ ലോക്കാണോ എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കോണ്ടാക്റ്റിൽ നിന്നും പൂർവിയെ നമ്പർ എടുത്ത് 1-2 തവണ അതിൽ നോക്കിയിട്ട് വിളിക്കണോ വേണ്ടയോ എന്ന രീതിയിൽ നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ചവൻ അവളെ കോൾ ചെയ്തു. ആദ്യത്തെ തവണ ഫുൾ റിംഗ് ആയിട്ടും അവർ കോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെയും അവൻ കോൾ ചെയ്തു. അതിൽ അവസാന റിങ്ങിൽ അവൾ കോൾ എടുത്തു. അത് കണ്ടപ്പോൾ തന്നെ അവനിൽ ആശ്വാസം നിറഞ്ഞു. അവൻ പതിയെ അവളെ വിളിച്ചു. പൂർവി. അവൻ്റെ ശബ്ദം കേട്ടിട്ടും അവളിൽ നിന്ന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും അവളെ വിളിച്ചു. പൂർവി, എന്നോട് ദേഷ്യാണോ? അത് കേൾക്കി അവളുടെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. അവൾ സംസാരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ ശബ്ദം ദയനീയമായി. പ്ലീസ് പൂർവി, എന്തെങ്കിലും ഒന്ന് സംസാരിക്കൂ. അത് കേൾക്കി അവളുടെ മറുപടി വന്നിരുന്നു. ഞാൻ എന്താ ഉണ്ണിയേട്ടനോട് സംസാരിക്കേണ്ടത്? അതും കൂടി പറഞ്ഞതാ. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഒരുപാട് പറയാനുണ്ടായിരുന്ന സമയത്ത് അത് കേൾക്കാൻ ഉണ്ണിയേട്ടന് സമയമുണ്ടായില്ല. ഇനിയിപ്പോൾ ബന്ധം തന്നെ വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് എന്ത് സംസാരിക്കാനാണ്? അത് കേട്ടപ്പോൾ അവൻ്റെ നെഞ്ച് ശക്തിയായി മിടിക്കാൻ തുടങ്ങി. അങ്ങനെ പറയലേ പൂർവി. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം നടക്കുന്നത് പതിവാണ് എന്ന് കരുതി വേഗം ബന്ധം വേർപെടുത്തുകയാണോ വേണ്ടത്? അങ്ങനെ നിനക്കെങ്ങനെ വേണ്ടാന്ന് വെക്കാൻ കഴിയോ? ഉണ്ണി ഒരു തരം നിർവികാരതയോടെയായിരുന്നു അത് പറഞ്ഞത്. അത് കേൾക്കെ പൂർവി ഒന്ന് ചിരിച്ചു. നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഉണ്ണിയേട്ടാ? ഉണ്ണിയേട്ടൻ്റെ ഭാര്യയായി അവിടെ വന്നതിന് ശേഷം എന്നെങ്കിലും എൻ്റെ വിഷമം കേൾക്കാനോ മനസ്സിലാക്കാനോ ശ്രമിച്ചിരുന്നോ? അതൊക്കെ പോട്ടെ, എപ്പോഴെങ്കിലും ഒന്ന് സ്നേഹത്തോടെ മിണ്ടിയിട്ടുണ്ടോ? ആ വീട്ടിൽ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെട്ടതുപോലെ ജീവിച്ചു ഞാൻ. ഒരിക്കലെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് വെറുതെ ആഗ്രഹിച്ചു ഞാൻ. എന്നെ കുറ്റപ്പെടുത്തുകയല്ലാതെ ഒരിക്കലെങ്കിലും എന്നെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നെ എന്ത് ബന്ധമാണ് ഉണ്ണിയേട്ടാ നമ്മൾ തമ്മിലുള്ളത്? താലി കെട്ടി എന്നുള്ള ബന്ധമോ? എന്നാൽ കേട്ടോ, ആ ഒരു ബന്ധവും ആ താലി ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ വെച്ച് തന്നപ്പോൾ തീർന്നു. അത് കേൾക്കെ അവൻ പറഞ്ഞു. ഈ പറയുന്നതൊക്കെ നിന്റെ തോന്നലാണ് പൂർവി. നിന്നോട് ആരാ പറഞ്ഞത് എനിക്ക് നിന്നോട് സ്നേഹമില്ലെന്ന്? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം നിന്നോട് എങ്ങനെ പ്രകടിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയാഞ്ഞിട്ടാ. അതാണ് സത്യം. പ്ലീസ്, ഈ ഒരു തവണ എന്നോട് ക്ഷമിച്ചൂടെ? ഒരു ചാൻസ് കൂടി എനിക്ക് തന്നൂടെ? അവൻ ഫോണിലൂടെ അവളോട് കെഞ്ചി. അവൾ മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ കരുതി അവൾക്ക് തന്നോടുള്ള ദേഷ്യമൊക്കെ തണുത്തെന്ന്. അത് കാണെ അവൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി. എനിക്കറിയാം നിനക്ക് എന്നെ വിട്ട് പോകാൻ പറ്റില്ലെന്ന്. നീ ഇതൊക്കെ ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്ന്. നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ഒരു തവണത്തേക്ക് മാത്രം എനിക്ക് വേണ്ടി നീ അമ്മയോട് വന്ന് മാപ്പ് ചോദിക്കണം. പ്ലീസ്, എൻ്റെ മോളല്ലേ. അത് കേട്ടപ്പോൾ തന്നെ പൂർവിയുടെ ടെമ്പർ തെറ്റിയിരുന്നു. എനിക്ക് നിങ്ങളുടെ അമ്മയുടെ കാല് പിടിച്ചിട്ട് ഒരു ബന്ധം തുടരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മിണ്ടാതിരുന്നെന്ന് കരുതി ഉണ്ണിയേട്ടൻ പറയുന്നത് കേട്ട് ഞാൻ വരുമെന്ന് കരുതിയോ? ഇല്ല, ഒരിക്കലുമില്ല.
ഫോണിൽ അവളുടെ ശബ്ദമുയർന്നിരുന്നു. ഉണ്ണി പകപ്പോടെ ഫോണിലേക്ക് നോക്കി. വീണ്ടും ചെവിയിൽ വെച്ചു. ഉണ്ണിയേട്ടൻ പറയുന്നത് കേട്ട് ജീവിച്ച പൂർവിയുണ്ടായിരുന്നു. ആ പൂർവി മരിച്ചു. എന്നിലെ നന്മയറിയാതെ, എന്നിലെ ഭാര്യാവികാരത്തെ തിരിച്ചറിയാത്ത നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഉണ്ണിയേട്ടന് കുറച്ചെങ്കിലും ഒരു മൺതരിയോളമെങ്കിലും എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഇനി എന്നെ വിളിക്കാൻ പാടില്ല. അതും പറഞ്ഞവൾ ഫോൺ കട്ട് ചെയ്തു, അവൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ. ആ നേരം ഒരു തുള്ളി കണ്ണുനീർ പോലും അവളുടെ കണ്ണിൽ നിന്ന് വന്നില്ല. കാരണം അതിനവൻ അർഹനല്ലെന്ന് പൂർവിക്ക് തന്നെ മനസ്സിലായിരുന്നു. എത്ര അവൻ നന്നാവാൻ ശ്രമിച്ചാലും അവൻ നന്നാവില്ലെന്ന് അവൻ്റെ സ്വഭാവം അവൻ മാറ്റാനും പോകുന്നില്ല. വെറുതെ എന്തിനാ എല്ലാം തിരിച്ചറിഞ്ഞിട്ടും ആ കുഴിയിൽ തന്നെ ചാടുന്നത്? എനിക്ക് ജീവിക്കണം, എല്ലാവരെയും പോലെ. ഒരിക്കൽ നശിച്ച എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. എൻ്റെ മുന്നിൽ എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഇനി ആർക്ക് വേണ്ടിയും ഒരിറ്റ് കണ്ണുനീർ ഞാൻ പൊഴിക്കില്ല. ഒരു തരം നിർവികാരതയോടെ പൂർവി പറഞ്ഞുകൊണ്ടിരുന്നു. ആ നേരം അവൾ അറിഞ്ഞിരുന്നില്ല, ഒരിക്കൽ നഷ്ടപ്പെട്ട അവളുടെ സമാധാനം തിരികെ വരുന്നതും ഒരുവൻ കുടിച്ച കണ്ണുനീരിൻ്റെ ഉപ്പുരസം മറ്റൊരുവനാൽ മറയ്ക്കപ്പെടുമെന്ന് അവൾ അപ്പോൾ അറിഞ്ഞിരുന്നില്ല.